മലയാളികൾ അറിഞ്ഞു കാണാൻ സാധ്യതയുണ്ട് ഈ വാർത്ത. അതായത് നൊവേറ ഷെയ്ഖ്, തെലങ്കാന ഹൈദരാബാദുകാരി, അവർ ഏകദേശം 5600 കോടി രൂപയാണ് ക്ലീനായിട്ടങ്ങ് വെട്ടിച്ചത്. ഇപ്പം ഇന്നലെ സുപ്രീം കോർട്ടിൽ ഈ സ്ത്രീയെ പറ്റി അവരുടെ ബെയിൽ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നു. അതിനകത്ത് പറയുന്നുണ്ട് 25 കോടി കെട്ടിവെച്ചില്ല എങ്കിൽ എത്രയും വേഗം അത് കൊടുത്ത 90 ദിവസമാണ്. കപിൽ സിബൽ എന്ന് പറഞ്ഞ സീനിയർ ലോയറാണ് അവർക്ക് വേണ്ടി അപ്പിയർ ചെയ്തത്. അത് കെട്ടിവെച്ചില്ല എങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ അവരെ എടുത്ത് ജയിലിലിടും, അവരുടെ ബെയില് ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇപ്പം ഇത് അന്വേഷിച്ച ഇഡിയുടെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ സംസാരിച്ചു. സംസാരിക്കാൻ യാദൃച്ഛികമായിട്ട് ഫോൺ ചെയ്തപ്പം സംസാരം ഉണ്ടായി. അപ്പം അയാൾ പറഞ്ഞൊരു കാര്യം, ഈ പറയുന്നയാൾ ഇഡിയുടെ ഉദ്യോഗസ്ഥനും മുസ്ലിമാണ്, ഒരു IRS ഓഫീസറാണ്. അപ്പം അയാൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിലുള്ള സുഡാപ്പികളും പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ട പാർട്ടാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന ഈ നവരന ഷെയ്ഖ് എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇവരെല്ലാം പർദ്ദയൊക്കെ ഇട്ട് കറുപ്പൊക്കെ ഇട്ട് നടക്കുന്നത്, എപ്പോഴും നടക്കുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിൽ മാത്രം കേട്ടോ. അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പാർട്ടിയിലൊക്കെ പോകുന്ന ഈ സംഭവമൊന്നുമില്ല. ഇവർ ദുബായ് ബേസ്ഡ് ആയിരുന്നു. ഇവരെ കളിപ്പിച്ചത് ഏകദേശം 1,76,000 പേരെയാണ്. 99% മുസ്ലിങ്ങൾ. ഇവരുടെ ഹീര ഗോൾഡ് എക്സിം പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പണം കൊടുത്തു കഴിഞ്ഞാൽ 36% ഇവർ ലാഭം കൊടുത്തു. അതും ശരിയ, അതായത് ഇസ്ലാമിക ലോ അനുസരിച്ചാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നീക്കുന്നത്. ഈ പാവം പിടിച്ച മുസ്ലിങ്ങളെ മുഴുവനും ഇസ്ലാം എന്നും ഖുറാൻ എന്നും അതിൻ്റെ പാരായണവും അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വലിച്ചിട്ടു. ഇവർക്ക് കോഴിക്കോടും കൊച്ചിയിലും 2 ബ്രാഞ്ചുകളുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന ഓഫീസർ പറഞ്ഞത് പല FIRും കേരളത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ. അപ്പം ഇവരെ സഹായിച്ചത് ഈ കോഴിക്കോടുള്ള കുറച്ച് മലയാളികളായ ഗൾഫിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ ഇസ്ലാം എന്ന് പറയുമ്പോഴും മതമെന്ന് പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ബോധം വെച്ചിട്ടില്ല. അതിൻ്റെ കാര്യം ഇത് പറയുന്നത്. അതിനകത്ത് ഈ ഓഫീസർ പറഞ്ഞത് ചില ആൾക്കാർ, മലയാളികൾ, അവർക്ക് ഗൾഫിൽ നിന്ന് പോലും വരാൻ പറ്റത്തില്ല. അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ പണം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് അവിടെ കേസായി. നാട്ടിലും അതേപോലെ ആയി. അതായത് പെട്ടത് മുഴുവനും 99% മുസ്ലിങ്ങൾ, പാവം പിടിച്ച മുസ്ലിങ്ങൾ. കാരണം ഇസ്ലാമിക ലോ അതനുസരിച്ച് പൈസ ഉണ്ടാക്കുവാണ് 36%. അതും യെല്ലോ മെറ്റലായ ഗോൾഡ്. ഒരു സ്വാഭാവിക കോമൺ സെൻസിൽ ചിന്തിക്കാവുന്ന വിഷയമേ ഉള്ളത്. അതുപോലും ചിന്തിക്കാത്തതിൻ്റെ കാര്യം എന്താ? ഇസ്ലാമിക മതം എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് തീവ്രത കാണിക്കുകയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ഈ ടെററിസ്റ്റോടും കാണിക്കുന്ന സെയിമാണ് ഈ സംഭവം. ഇസ്ലാം എന്ന് പറയുമ്പോഴും ഹമാസ് എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾക്ക് എപ്പോഴും പ്രൊവോക്കേഷനൊക്കെ വന്നതിൻ്റെ പുറകെ പോവുക. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളെ പൊട്ടന്മാരാക്കി കബളിപ്പിക്കുകയാണ്. ഈ അൽ മുഖ്താർ, ആ പേര് തന്നെ നോക്ക്. ഇവിടുത്തെ പല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ അടുത്ത് തട്ടിയിരുന്ന് നോക്ക്. ഇതിന് കോമൺ സെൻസ് ഉള്ള ആൾക്കാർ വിശ്വസിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം എന്താ? നിങ്ങളെ മതത്തിനകത്ത് ഇവർ പെടുത്തിയേക്കുക. അതാണ് ഈ മദ്രസ എഡ്യൂക്കേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതേതാണ്ട് ഇവരുമായിട്ട് സഹകരിച്ചില്ല, അള്ളാഹ് പിണങ്ങുമോ, സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലയോ, ഹൂറുകളെ കിട്ടത്തില്ലയോ? തലയ്ക്ക് ഭ്രാന്താ നിങ്ങൾക്കൊക്കെ. കാരണം ആ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞപ്പം, ലക്നൗ ബേസ്ഡാണ് ഈ ഓഫീസർ. ഇയാൾ മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു ഇയാൾ ഷിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇയാൾ ഓരോന്ന് പറഞ്ഞു തന്നു. ഇമാർക്ക് എന്നോട് പറഞ്ഞു ഇമാർക്ക് അറിയിക്ക് ഭ്രാന്ത്. അല്ലെങ്കിൽ ലോകത്താരെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഇവരെങ്ങനെ പാംപ്ലെറ്റ് അടിച്ചോണ്ട് ഇവർ ഈ കറുപ്പും കാണിച്ച് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ
ഈ പാവം പിടിച്ച മുസ്ലിംസ് അങ്ങ് വീണുപോയി. എന്നിട്ട് ഇവർ കബളിപ്പിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി. അതായത് മുസ്ലിം ഫീമെയിൽസിൻ്റെ എംപവർമെൻറ്റ്. അതും ഈ കറുപ്പും ഈ പർദ്ദയൊക്കെ ഇട്ടേ അവരിതിനകത്ത് ചാടിക്കയറി ഇവരുണ്ടാക്കി എന്തിനാ ഇതുകൊണ്ട് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് തിരിച്ചു വിടാൻ വേണ്ടി ഇവരുണ്ടാക്കിയെടുത്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി പോലും. ഇതുപോലെ തട്ടിയൊരു സ്ത്രീ മനസ്സിലാക്കുക, കൂടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ കൂടെ തട്ടിച്ച്. ഇത് മുസ്ലിങ്ങൾ, ഇത് സുഡാപ്പികൾ തന്നെ ഉണ്ടെന്ന് പറയുന്നു. കാരണം ഇതിനെപ്പറ്റി അന്വേഷണം നടക്കുകയാണ്. ഇവന്മാരാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ബോധം മനസ്സിലാലോചിക്കുക. ഇതൊക്കെ തന്നെയുണ്ടല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ മത തീവ്രത സംഭവം മാറ്റുക. ഇത് റംദാൻ മാസത്തിലാണ് ഇതൊക്കെ ഉണ്ടായത്. ഇത് ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലാകാത്തതിൻ്റെ കാര്യം, ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം, ഇതേപോലെയുള്ള തട്ടിപ്പ് കമ്പനികളുടെ പുറകെ പോയി വീഴുന്നതിൻ്റെ കാര്യം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന മത തീവ്രതയാണ്. നിങ്ങളെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങായി. ഈ സ്ത്രീ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്, ഇവരുടെ പാംപ്ലെറ്റും അഡ്വർടൈസ്മെൻ്റ് അത് അറബിക്, എന്നിട്ട് മലയാളത്തിലോ ഏതാ ഭാഷ അതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ, അതിനകത്ത് ഖുറാനിക് വേഴ്സസ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പക്ക തട്ടിപ്പ്. കാരണം അവർക്ക് മനസ്സിലായി നിങ്ങളത് ഈ വീണോളൂ. അവരത് മുതലാക്കി. എന്നിട്ട് ഈ ഓഫീസർ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പല ബിൽഡിങ്ങുകളൊക്കെ ഹൈദരാബാദിലുള്ള. പക്ഷേ ഇവർ ഏകദേശം 100-150 കോടി ഇന്ത്യയിൽ നിന്ന് കടത്തി. ഇവരുടെ മക്കളെയും മറ്റുള്ളവരൊക്കെ ഇന്ത്യയിൽ നിന്ന് കടത്തി വളരെ ഫ്രീ സോണായ UK കൊണ്ടുപോയി. ഇവർക്കെതിരെയുള്ള കേസ് നടത്താൻ കപിൽ സിബിനെ പോലൊരു ലോയറെ അവർ സുപ്രീം കോടതി ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, ഓരോ അപ്പിയറൻസിന് വെച്ച് എത്ര കൊടുക്കേണ്ടി വരും. ഇതേപോലെയുള്ള കേസിനാണെങ്കിൽ അയാൾ മിനിമം 15 മുതൽ 20 ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യും ഓരോ അപ്പിയറൻസിന്. ഈ പണം ഇവിടുന്ന് വന്നു. എൻ്റെ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കറുത്ത സംഭവം, ഈ പറയുന്ന സംഭവം, ഈ മത തീവ്രതയും കണ്ട് നിങ്ങൾ വീഴരുത്. ഈ നിങ്ങളെ മുഴുവനും വഴിയാക്കുവാണ് ഇവന്മാരെ. അത് എങ്ങനെ ബോധപ്പെടും? അത് നിങ്ങൾ ആ തീവ്രതയെന്ന് പുറത്താക്കി നോർമലാവുക. നോർമലായി കഴിഞ്ഞ് ചിന്തിക്കുക, ഹമാസ് ശരിയാണോ, ഹിസ്ബുള്ള ശരിയാണോ, ഇറാൻ ശരിയാണോ, ഈ മത തീവ്രത എന്താണ്, ഇത് മനുഷ്യന് ശരിയാണോ എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനേക്കാൾ ഒരു പിക്ചർ കിട്ടും. അപ്പം നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാകും. ഈ തട്ടിപ്പിലൊന്നും ചെന്ന് വീഴത്തില്ല. അപ്പം ഇതുമായിട്ട് ബന്ധം മൽമുക്താറിൻ്റെ ഇഷ്യൂ നോക്ക്, എത്ര പേരാ പെട്ടുപോയത്. സോ ഇത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന്. കാരണം നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഈ തീവ്രത ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ള കമ്മ്യൂണിറ്റി ഒന്നും ഇതിൻ്റെ അകത്ത് കയറി വീഴാത്തത്. അവർ വളരെ സൂക്ഷിച്ച് ഈ പറയുന്ന സംഭവത്തിനൊന്നും അവർ കയറി വീഴ്ത്തൊന്നുമില്ല. കാരണം അവന് ബോധമുണ്ട്. കാരണം അവൻ മത തീവ്രതയെ ജീവിക്കുന്നവരല്ല. നിങ്ങൾ മത തീവ്രതയെ ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വീണ് പോകുന്നത്. ഇതെന്തോ സംഭവമാണെന്നും പറഞ്ഞോ, ഇതിനകത്തൊരു കുന്തവും ഇല്ല. ഇത് തട്ടിപ്പും വെട്ടിപ്പും ഭീകരപ്രവർത്തനം മാത്രമാണ് ഇതിൻ്റെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലോകം തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും മതഭീകരതയും മത വാദവും നിങ്ങളെ തളയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ. ഇതിനെപ്പറ്റി ബോധം നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളുടെ മഹലിലും ഉസ്താദുമാരും പറഞ്ഞു തരാത്തതിൻ്റെ കാരണം അവർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവൻ്റെ വെടി തീർന്നു പോവും. അതതിൻ്റെ കാരണം. കാരണം അറിവെന്ന് പറഞ്ഞ് മനുഷ്യനെ സ്വതന്ത്രമാക്കും. ഒരിക്കലും അറിവുണ്ടാകാൻ ഇവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും കാതലായ മാറ്റം. നിങ്ങൾ സ്വയമേ ഉൾക്കൊള്ളണം, സ്വയമേ പഠിച്ച് മനസ്സിലാക്കണം. തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. എന്നാൽ മാത്രമേ നിനക്കൊക്കെ ഇത് ബോധം വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും.
കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.